إلى حضرة شيخنا ومربينا وقدوتنا الشيخ محمد القادري الجشتجادي قدس الله سره العزيز ورضي الله عنه. الفاتحة. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رحمة للعالمين وعلى آله وصحبه أجمعين. أما بعد. മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഗൗസുൽ ആലം തങ്ങൾ പാപ്പാന്റെ മുരീദന്മാരാക്കി രണ്ട് ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കട്ടെ. ആമീൻ. നമ്മെ എല്ലാവരെയും നമ്മുടെ ജീവന്റെ ജീവനായ ജാദിയേരി ശൈഖ് തങ്ങൾ പാപ്പാന്റെ കാലിന്റെ ചോട്ടിൽ ഉറപ്പിച്ചു നിർത്തി രണ്ട് ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനായ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബുൽ ഹിക്കം ലോകപ്രസിദ്ധമാണ്. കിതാബുൽ ഹിക്കം എന്ന് പറയുന്നത് ഉസൂലു തസവുഫാണ്. ഇതാണ് ശരിക്കും കിതാബുൽ ഹിക്കം. അബുൽ ഫളിൽ അഹ്മദ് ബിൻ മുഹമ്മദ് ബിൻ അബ്ദുൽ കരീം ബിൻ അത്താഇല്ലാ അസ്-സിക്കന്ദരി റളിയല്ലാഹു അൻഹു. ഈ കിതാബിന്റെ ഒരു ഷറഹാണ് ഇതിലുള്ളത്. അതിന്റെ വലിയ ഷറഹാണ് ഈ കിതാബ്. അപ്പോ ഈ കിതാബുൽ ഹിക്കം എന്ന കിതാബിന്റെ വണ്ണം എത്രയാണ്? ഈ ഒരു ചെറിയ കിതാബിന് ഇത്രയും വലിയ കിതാബിൽ ഷറഹ് ചെയ്യണമെങ്കിൽ, ഇത് മാത്രമല്ല വേറെയും ഷറഹുകൾ കിതാബ് ഈ ഹിക്കമിനുണ്ട്. അപ്പോ തസവൂഫിന്റെ അടിസ്ഥാന തത്വങ്ങൾ വിശദീകരിക്കുന്ന കിതാബായ കിതാബുൽ ഹിക്കമിന്റെ പ്രസിദ്ധമായ ഷറഹാണ് ഈഖാദുൽ ഹിമം ഫീ ശറഹിൽ ഹിക്കം. ഇതിന്റെ മുസന്നിഫ് അൽ ആരിഫ് ബില്ലാഹ് അഹ്മദ് ബിൻ മുഹമ്മദ് ബിൻ അജീബ അൽ ഹസനി റളിയല്ലാഹു അൻഹു തങ്ങളാണ്. മഹാനവറുകളെ കുറിച്ച്, അവിടുത്തെ ജീവിതത്തെ കുറിച്ച് നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തിയത് കൊണ്ട് ഇപ്പോൾ മഹാനവറുകളെ കുറിച്ച് ദീർഘമായി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. മറിച്ച് കിതാബുൽ ഹിക്കമിലെ ഒന്ന് രണ്ട് ഇബാറത്തുകളും അതിന്റെ ചില ഷറഹുകളുമാണ് ഇന്ന് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇഖാദുൽ ഹിമമിന്റെ 308-ാമത്തെ പേജിൽ കാണാം, സിത്റുല്ലാഹ്, അല്ലാഹുവിന്റെ മറ. അല്ലാഹുവിന്റെ മറ. ലൗലാ ജമീലു സിത്രിഹി ലം യകുൻ അമലുൻ അഹ്ലൻ ലിൽ ഖബൂൽ. അത് ഹിക്കമിന്റെ ഇബാറത്താണ്. ലൗലാ ജമീലു സിത്രിഹി, അല്ലാഹുവിന്റെ സുന്ദരമായ മറ ഇല്ലായിരുന്നുവെങ്കിൽ ലം യകുൻ അമലുൻ അഹ്ലൻ ലിൽ ഖബൂൽ, ഒരു അമലും സ്വീകാര്യയോഗ്യമാകുമായിരുന്നില്ല. അപ്പോ ഒരു മോമിനായ മനുഷ്യൻ ചെയ്യുന്ന അമല് അത് സ്വീകാര്യയോഗ്യമാകുന്നത് തന്നെ
അള്ളാഹു അതിന് വലിയൊരു മറയിട്ടുകൊണ്ടാണ്. لأن العمل الذي يكون أهلا للقبول അതിന്റെ വിശദീകരണത്തിൽ ഇബ്നു അജീബ തങ്ങൾ പറയാണ്, ഒരു സ്വീകരിക്കപ്പെടുന്ന രീതിയിലുള്ള അമല് എന്ന് പറയുന്നത്, ഇബാദത്ത് എന്ന് പറയുന്നത്, ഹുവല്ലദീ തതവഫറു ഫീഹി ശുറൂത്തുൽ ഖബൂൽ, അതിൽ അത് സ്വീകരിക്കേണ്ട എല്ലാ ഷർത്തുകളും ഒത്തുവരണം. അങ്ങനത്തെ ഒരു അമലാണ്, ഇബാദത്താണ് സ്വീകരിക്കപ്പെടുന്ന അമല് എന്ന് പറയുന്നത്. വഹുവ, ആ ഷർത്ത് എന്താ? സിറുൽ ഇഖ്ലാസ്, ഇഖ്ലാസ് എന്ന രഹസ്യം അതിൽ വേണം. വഗായത്തുൽ ഹുളൂർ, അതിൽ അല്ലാഹുവിന്റെ ഹുളൂർ വേണം. വതബരി ഫീഹി മിനൽ ഹൗലി വൽ ഖുവ, അല്ലാഹു അല്ലാത്ത മറ്റൊന്നിനെയും ആ ഇബാദത്തിൽ കാണാൻ പാടില്ല. വഹാദാ ഫീ ഗായത്തിൻ നുദൂർ, ഇത് വളരെ അപൂർവം. അതായത് അങ്ങേയറ്റത്തെ ഇഖ്ലാസ്, അങ്ങേയറ്റത്തെ അല്ലാഹുവിന്റെ സാന്നിധ്യം, അല്ലാഹു അല്ലാത്ത മറ്റൊന്നിനെയും കാണാത്ത രീതിയിലുള്ള മറ്റൊരു ചിന്തയുമില്ലാത്ത ഇബാദത്ത് എന്ന് പറയുന്നത് വളരെ അപൂർവം. അപ്പോൾ ഫലൗലാ അന്നല്ലാഹ സുബ്ഹാനഹു തആല തഫദ്ദല അലൈനാ ബിജമീലി സിത്രിഹി, അല്ലാഹു നമുക്ക് സുന്ദരമായ മറയിട്ട് തന്നില്ലായിരുന്നുവെങ്കിൽ മാ കാന അമലുൻ അഹ്ലൻ ലിൽ ഖബൂലി അസ്ല, ഒരു അമലും, ഒരു മനുഷ്യന്റെയും ഒരു അമലും സ്വീകാര്യോഗ്യമാകുമായിരുന്നില്ല. അതായത് നാം ഒരു അമല് ചെയ്യുമ്പോൾ ആ അമല് സ്വീകരിക്കലും അള്ളാഹുവിന്റെ വലിയൊരു ഔദാര്യമാണ്. അതാണ് ഖാല ബഅദുഹും, ചില മശായിഖുമാർ പറഞ്ഞു, മാ ഹുനാക ഇല്ലാ ഫദ്ലു, ഇവിടെ ആകെയുള്ളത് അള്ളാഹുവിന്റെ ഔദാര്യം മാത്രമാണ്. വലാ നഈശു ഇല്ലാ ഫീ സിത്രിഹി, അള്ളാഹു തന്ന മറയിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അള്ളാഹു നമുക്കൊരു മറയിട്ട് തന്നില്ലായിരുന്നെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ അസാധ്യമാണ്. ഇത് അമലിന്റെ കാര്യം. അമല് മാത്രമല്ല, മനുഷ്യൻ ജീവിക്കുന്നത് തന്നെ അള്ളാഹുവിന് സത്താർ എന്ന പരിശുദ്ധമായ ഇസ്മുള്ളതുകൊണ്ടാണ്. അള്ളാഹു സത്താറാണ്. അള്ളാഹു സത്താറായത് കൊണ്ടാണ് മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. അല്ലെങ്കിൽ ബന്ധങ്ങളെല്ലാം ഛിന്ന ഭിന്നമായി പോകുമായിരുന്നു. ബന്ധങ്ങൾ, ഭാര്യഭർത്തൃ ബന്ധങ്ങൾ, സൗഹൃദ ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, എല്ലാ ബന്ധങ്ങളും ഛിന്ന ഭിന്നമായി പോകും. കാരണം അധിക മനുഷ്യനും, അഴിവില്ലാത്ത മനുഷ്യൻ ആരാ? ഇൻസാനുൽ കാമിൽ മുത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാപ്പയാണ്. മറ്റുള്ളവരെല്ലാം ഇൻസാൻ നാഖിസാണ്. അപൂർവമായ ഉന്നതരായ ഖുതുബീങ്ങളും ഗൗസിയങ്ങളും അല്ലാത്ത മറ്റുള്ളവർ എല്ലാം ഇൻസാൻ നാഖിസാണ്. എന്തെങ്കിലും നുഖ്സാൻ ഉണ്ടാവും. അള്ളാഹുവിന് സത്താർ, മറക്കുന്നവൻ, മറച്ചു വെക്കുന്നവൻ എന്ന ഇസ്മ് ഉള്ളത് കൊണ്ടാണ് മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ചു പോകുന്നത്. അല്ലെങ്കിൽ മനുഷ്യന്മാരുടെ ബന്ധങ്ങളിൽ തന്നെ ആകെ വിള്ളലുണ്ടാകും. അത് വേറെ ചർച്ചയാണ്. നമ്മുടെ വിഷയം മാറിപ്പോകുന്നത് കൊണ്ട് അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല. എന്നിട്ട് ഇക്കമിൽ പറയുന്നു, അന്ത ഇലാ ഹിൽമിഹി ഇദാ അതഅതഹു അഹ്വജു മിൻക ഇലൈഹി ഇദാ അസൈതുഹു. ഇതൊക്കെ മനുഷ്യന് അറിയാത്ത വളരെ പരമരഹസ്യമാണ്. മനുഷ്യർ എന്ന് പറഞ്ഞാൽ നമ്മള് ഒന്ന് നിസ്കരിച്ചു, അല്ലെങ്കിൽ നോമ്പ് നോറ്റു, അല്ലെങ്കിൽ ഖുർആൻ ഓതി, അല്ലെങ്കിൽ കുറച്ച് ദിക്ർ ചൊല്ലി, അതോടുകൂടി നമ്മളൊക്കെ തികഞ്ഞു എന്നൊരു ചിന്ത അറിയാതെ മനസ്സിന്റെ ഉള്ളിലേക്ക് അരിച്ച് കയറി വരും. അതാണ് പറഞ്ഞത്, അന്ത ഇലാ ഹിൽമിഹി ഇദാ അതഅതഹു അഹ്വജു മിൻക ഇലൈഹി ഇദാ അസൈതഹു. നീ അള്ളാഹുവിനൊരു ഇബാദത്ത് ചെയ്തു, എന്നാൽ നിന്നെ അള്ളാഹു വല്ലാതെ സഹിക്കണം. എന്നാൽ നീ ഒരു തെറ്റ് ചെയ്താൽ നിന്നെ അള്ളാഹു അത്ര തന്നെ സഹിക്കേണ്ടതില്ല. എന്താണ് ആ പറഞ്ഞതിന്റെ പൊരുള്?
നീ ഒരു ഇബാദത്ത് ചെയ്താൽ നിന്റെ ഉള്ളിൽ അറിയാതെ ഞാനൊരു നല്ല കാര്യം ചെയ്തു എന്നൊരു തോന്നൽ അറിയാതെ കയറി വരും. അങ്ങനെ കയറി വരുമ്പോൾ അള്ളാഹു ക്ഷമിച്ചു നിൽക്കുകയാണ്. ആലോചിച്ച് നോക്കണം. അതേസമയം നീ ഒരു തെറ്റ് ചെയ്താലോ, നീ ഒരു തെറ്റ് ചെയ്താൽ നിന്റെ മനസ്സിൽ അങ്ങനെ ഒരു തോന്നലില്ല. ഒരു പക്ഷേ നേരെ തിരിച്ചാവും, പഠിച്ചോനെ തെറ്റ് ചെയ്തു പോയല്ലോ, നേരെ തിരിച്ചായി. അപ്പൊ എന്താണ് ഇതിന്റെ പൊരുള്? ഒരു ഇബാദത്ത് കൊണ്ട് വേണ്ടത് ഇൻകിസാറുൽ ഖൽബാണ്. മനസ്സ് പൊട്ടലാണ്, മനസ്സ് താഴലാണ്. ഇബാദത്ത് കൊണ്ട് മനസ്സിൽ അഹങ്കാരം വരികയാണെങ്കിൽ ആ ഇബാദത്ത് അതോടുകൂടെ ബാത്തിലായി. പക്ഷേ ഒരു മനുഷ്യന് തെറ്റ് ചെയ്ത് അതിൽ നിന്ന് തൗബ ചെയ്താൽ ആ മനുഷ്യന് അതുകൊണ്ട് ഗുണമായി എന്ന് പറഞ്ഞാൽ ഇബാദത്തിൽ ഇരിക്കുമ്പോഴും ശ്രദ്ധ വേണം, അഥവാ തെറ്റ് സംഭവിച്ചാലും ശ്രദ്ധ വേണം. രണ്ടിലും ശ്രദ്ധ വേണം. ഇബാദത്തിൽ ഇരിക്കുമ്പോൾ നമുക്കറിയാതെ കിബർ വന്നു പോകും. ഈ കിബറാണെങ്കിലോ അല്ലാഹു പറയുന്നു അൽ കിബ്രിയാഉ രിദായി. കിബർ എന്ന് പറയുന്നത് അത് എന്റെ മേൽത്തട്ടമാണ്, എന്റെ മേൽവസ്ത്രമാണ് കിബർ. ആ കിബർ മറ്റൊരാൾ ഇട്ട് ധരിച്ചാൽ, എന്റെ കിബറാകുന്ന മേൽവസ്ത്രം ഒരാൾ ഇട്ടാൽ അത് ഞാൻ സഹിക്കൂല. അതുകൊണ്ട് തന്നെ ഇബാദത്ത് ചെയ്യുന്നവർ ഹൃദയത്തിൽ കിബർ വരാതെ സൂക്ഷിക്കൽ വളരെ അത്യാവശ്യമാണ്. മഹാനവറുകൾ ഇതിന്റെ ഒരുപാട് വിശദീകരണങ്ങൾ ഇതിന് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം, സാധാരണക്കാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം സൂക്ഷിക്കൽ വളരെ പ്രയാസമാണ്. അപ്പൊ നമുക്കൊരൊറ്റ വഴിയേ ഉള്ളൂ. എന്ത്? നമ്മൾ ഒരു മുറബ്ബിയായ ശൈഖിനെ പിടിക്കുക. നാം മുറബ്ബിയായ ശൈഖിനെ പിടിക്കുക. നാം എല്ലാം നമ്മുടെ ജീവനായ ജാതിയേരി ശൈഖ് തങ്ങളും പാപ്പയുടെ മുരീദുമാരാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ, ആ വഴിയിൽ ഉറപ്പിച്ചു നിർത്തി രക്ഷപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ വഴിയിൽ ഉറച്ചു നിൽക്കലല്ലാതെ നമുക്ക് വേറെ ഒരു വഴിയും ഇല്ല. കാരണം ഇബാദത്തിന്റെ അവസ്ഥ ഇങ്ങനെയാണ്. ഇബാദത്ത് ചെയ്താലും കുടുങ്ങി, ചെയ്തില്ലെങ്കിലും കുടുങ്ങി. ചെയ്താൽ അറിയാതെ കിബർ വന്നു, അതോടുകൂടെ ആ ഇബാദത്ത് പൊളിഞ്ഞുപോയി. അപ്പൊ പിന്നെ ഇബാദത്ത് ചെയ്യാതിരുന്നാലോ, വാജിബായ ഒരു കാര്യം ഉപേക്ഷിച്ചോ ഹറാമായി, അപ്പൊ അതിനും കുറ്റം. അപ്പൊ നമുക്ക് ഒരൊറ്റ രക്ഷ നമ്മുടെ ശൈഖ് മുറബ്ബിയെ പിടിക്കലേ ഉള്ളൂ. അവര് നമ്മുടെ കുറവുകൾ നികത്തി നമ്മുടെ നന്മകളുടെ കുറവുകൾ മായ്ച്ചു കളഞ്ഞത് അത് സ്വീകരിക്കുന്ന രീതിയിൽ ആക്കി അള്ളാഹുവിലേക്ക് സമർപ്പിക്കുകയും അവർ നമ്മെ രക്ഷപ്പെടുത്തുകയും ചെയ്യും. അല്ലാതെ ഇതിന് വേറൊരു കുറുക്കു വഴിയും ഇല്ല. നാം സ്വന്തമായ ഇബാദത്ത് ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് എത്തുക എന്നൊരു പരിപാടി ഇല്ല തന്നെ. അങ്ങനെ ആ വഴിയിൽ പ്രവേശിക്കുക, ആ വഴിയിൽ ഉറച്ചു നിൽക്കുക, അതേ ഇതിനൊരൊറ്റ വഴിയുള്ളൂ. അവരുടെ അവസ്ഥ എന്താ? എന്തുകൊണ്ടാണ് നാം അവരെ പിടിക്കുന്നത്? ഉന്നതന്മാരായ മശായിഖുമാരുടെ അവസ്ഥയും നാം ഒന്ന് മനസ്സിലാക്കണം. അതും കിതാബുൽ ഹിക്കമിൽ പറയുന്നുണ്ട്. മഹാനവറുകൾ പറയുന്നു, ഹിക്കമിന്റെ മുസന്നിഫ്, ലൗ അശ്റഖ ലക നൂറുൽ യഖീൻ ലറഅയ്തൽ ആഖിറത അഖറബ ഇലൈക മിൻ അൻ തർഹല ഇലൈഹ. മഹാനവറുകൾ പറയുകയാണ്, ലൗ അശ്റഖ ലക നൂറുൽ യഖീൻ, നിനക്ക് സത്യപ്രകാശം പ്രകാശിതമായാൽ, നിന്റെ ഹൃദയത്തിൽ യഖീനിന്റെ പ്രകാശം കത്തിയാൽ, ലറഅയ്തൽ ആഖിറത അഖറബ ഇലൈക, നിനക്ക് ആഖിറം കാണാം. അഖറബ ഇലൈക, ആഖിറം നിന്നോട് വളരെ അടുത്തായി കാണാം. മിൻ അൻ തർഹല ഇലൈഹ, നിനക്ക് ആഖിറത്തിലേക്ക് യാത്ര ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ദുനിയാവിൽ വെച്ച് തന്നെ
നിനക്ക് ആഖിറം കാണാം. വലറഅയ്ത മഹാസിന ദുനിയ ഖദ് ലഹറത് കിസ്ഫത്തുൽ ഫനാഇ അലൈഹ. ഈ ദുനിയാവിന്റെ എല്ലാ സൗന്ദര്യങ്ങളിലും ഫനാഇന്റെ ഗ്രഹണം ബാധിച്ചതായി കാണാം. അതായത് നിന്റെ ഉള്ളിൽ അള്ളാഹു കത്തിയാൽ, അള്ളാഹുവിന്റെ പ്രകാശം നിന്റെ ഹൃദയത്തിൽ കത്തിയാൽ നിനക്ക് ഇവിടെ ഇരുന്ന് കൊണ്ട് തന്നെ ആഖിറം കാണാം. നീ ഇവിടെ ഇരുന്ന് ആഖിറം കാണുമ്പോൾ ഈ കാണുന്ന ദുനിയാവിലെ എല്ലാ സൗന്ദര്യങ്ങളും ചമയങ്ങളും അതിന് ഗ്രഹണം ബാധിച്ചതായി കാണാം. അതിന്റെ എല്ലാ സൗന്ദര്യങ്ങളും നഷ്ടപ്പെട്ടതായി കാണാം. ഇതിന്റെ ശറഹില് പ്രസിദ്ധമായ 2 ഹദീസുകളുണ്ട്. പ്രസിദ്ധമായ 2 സഹാബികളെ കുറിച്ച്, അൻസാരികളായ 2 സഹാബികളെ കുറിച്ച് 2 ഹദീസുകൾ വളരെ പ്രധാനമാണ്. فقد روى عن أنس رضي الله عنه قال മഹാനായ അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ബൈനമാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യംശി, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു വരുമ്പോൾ വല്ലാത്തൊരു സംഭവമാണ്. ഇദിസ്തഖ്ബലഹു ശാബ്ബും മിനൽ അൻസ്വാർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാപ്പ നടന്നു വരുന്നു. അപ്പോൾ ഒരു അൻസാരിയായ ചെറുപ്പക്കാരൻ നടന്നു വരുന്നു. ആ ഷാബ് എന്ന വാക്കിനെ നമ്മൾ അടിവരയിടണം. അതായത് ഇബാദത്ത് ചെയ്ത് 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 വയസ്സനായിട്ടില്ല, ഷാബാണ്, യുവാവാണ്. ഈ ഹദീസ് പലവട്ടം വായിച്ചു, പക്ഷെ ഇന്നാണ് ഈ ഷാബിന്റെ ചിന്ത പോയത്. ഒരു ചെറുപ്പക്കാരനായ ഒരു സഹാബി, അൻസാരിയായ സഹാബി കടന്നു വരുന്നു. ഫഖാല ലഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാപ്പ ആ സഹാബിയോട് ചോദിച്ചു, കൈഫ അസ്ബഹത യാ ഹാരിസ റളിയല്ലാഹു അൻഹു. ഓ ഹാരിസ, നീ ഇന്ന് എങ്ങനെയാണ് നേരം വെളുത്തത്? അപ്പൊ ആ സഹാബിയുടെ പേരെന്താണ്? ഹാരിസ റളിയല്ലാഹു അൻഹു. ഓ ഹാരിസ, നീ ഇന്ന് എങ്ങനെയാണ് നേരം വെളുത്തത്? ഖാല, ആ സഹാബി മറുപടി പറഞ്ഞു, ചെവി തുറന്ന് മനസ്സ് തുറന്ന് കേൾക്കണേ, അസ്ബഹ്തു മുഅ്മിനൻ ഹഖ്ഖാ. അസ്ബഹ്തു മുഅ്മിനൻ ഹഖ്ഖാ, ഞാനൊരു ഹഖ്ഖായ മുഅ്മിനായിട്ടാണ് ഇന്ന് നേരം വെളുത്തത്. അല്ലാഹുവിന്റെ റസൂലിന്റെ ചോദ്യത്തിന് ആ സഹാബിയുടെ മറുപടി, ഇന്ന് പൂർണ്ണമായും സത്യവാനായ ഒരു സത്യവിശ്വാസിയായാണ് നേരം വെളുത്തത്. അല്ലാഹുവിന്റെ റസൂൽ ആ സഹാബിയോട് പറഞ്ഞു, ഉൻദുർ മാ തഖൂൽ, നിങ്ങൾ പറയുന്നത് ശരിക്ക് ചിന്തിക്കണം, ചിന്തിച്ച് പറയണം. ഫഇന്ന ലികുല്ലി ഖൗലിൻ ഹഖീഖ, ഏതൊരു വാക്കിനും ഒരു ഹഖീഖത്തുണ്ട്, ഒരു യാഥാർത്ഥ്യമുണ്ട്. ഫമാ ഹഖീഖതു ഈമാനിക്, നിങ്ങളുടെ ഈമാനിന്റെ യാഥാർത്ഥ്യം എന്താണ്? ആ സഹാബി പറഞ്ഞത് എന്താണ്? അസ്ബഹ്തു മുഅ്മിനൻ ഹഖ്ഖാ, ഞാനൊരു ഹഖ്ഖായ മുഅ്മിനായിട്ടാണ് ഇന്ന് നേരം വെളുത്തത്. അല്ലാഹുവിന്റെ റസൂലിന്റെ മറുചോദ്യം, പറയുന്നത് ശരിക്കും ഓർമ്മ വേണം. ഏതൊരു വാക്കിനും ഒരു ഹഖീഖത്തുണ്ട്, യാഥാർത്ഥ്യമുണ്ട്. നിങ്ങളുടെ ഈമാനിന്റെ യാഥാർത്ഥ്യം എന്താണ്? ഫഖാല, സഹാബി പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അസഫത് നഫ്സി അനി ദുനിയാ ഐ അദ്ബറത് വഹറബത്. സത്യം പറഞ്ഞാൽ ഇവിടെ ഈ സഹാബിയെ കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാപ്പ ഖിയാമത്ത് നാൾ വരെയുള്ള മുഅ്മിനീങ്ങൾക്ക് പഠിപ്പിക്കുകയാണ്. തന്റെ അരുമ ശിഷ്യനായ അൻസാരിയായ ചെറുപ്പക്കാരനായ സഹാബിയെ കൊണ്ട് ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാ ഔലിയാക്കന്മാര്, ശൈഖന്മാര്, ഖുതുബീങ്ങൾ, ഉന്നതന്മാരായ ഗൗസിയങ്ങൾ വരെയുള്ളവർക്ക് മുഴുവൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഈമാനിന്റെ ഹഖീഖത്ത് എന്താണെന്നാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ ആ സഹാബിയുടെ മറുപടി, അസ്ബഹ്തു നഫ്സി അനി ദുനിയാ
എന്റെ ശരീരം ദുനിയാവിൽ നിന്ന് പിന്നോട്ട് വലിഞ്ഞു. ദുനിയാവിൽ നിന്ന് എന്റെ ശരീരം ദുനിയാവിനെ തൊട്ട് പിന്നോട്ട് വലിഞ്ഞപ്പോൾ ഫാസ്ഹർതു ലൈലി, ഞാൻ എന്റെ രാത്രി ഉറക്കമൊഴിവാക്കി. വഅൽമഅതു നഹാരി, പകല് നോമ്പെടുത്തു. അങ്ങനെ ഞാൻ എന്നെ മറന്ന് അല്ലാഹുവിൽ ലയിച്ച് ജീവിച്ചപ്പോൾ ഫകഅന്നി ബിഅർശി റബ്ബി ബാരിസാ, ഞാൻ എന്റെ റബ്ബിന്റെ അർശ് കാണുകയായി. എന്നെ പടച്ച എന്റെ റബ്ബിന്റെ അർശ് ഞാൻ ഇതാ നോക്കിക്കാണുന്നു. അല്ലാഹുവിന്റെ റസൂലേ, വകഅന്നി അൻദുറു ഇലാ അഹ്ലിൽ ജന്ന യതസാവറൂന ഫീഹാ, ഞാൻ സ്വർഗ്ഗക്കാരെ കാണുന്നു. യതസാവറൂന ഫീഹാ, അവർ സ്വർഗത്തിൽ സന്ദർശിക്കുന്നു, സ്വർഗത്തിലൂടെ നടക്കുന്ന ആ രംഗം ഈ ഭൂമിയിൽ വെച്ച് തന്നെ ഞാൻ കാണുന്നു. അല്ലാഹുവിന്റെ റസൂലേ, വകഅന്നി അൻദുറു ഇലാ അഹ്ലിൻ നാരി യതആവൂന ഫീഹാ, നരകവാസികളെയും അവരുടെ അവസ്ഥകളെയും ഞാൻ ഇവിടെ വെച്ച് നോക്കിക്കാണുന്നു. അല്ലാഹുവിന്റെ റസൂലേ, തന്റെ പ്രിയപ്പെട്ട സഹാബി കണ്ട കാഴ്ച അല്ലാഹുവിന്റെ റസൂലിന് പറഞ്ഞു കൊടുത്തു. ഫഖാല ലഹു, അപ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ ഹാരിസ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അബ്സർത ഫൽസം, വല്ലാത്തൊരു വാക്കാ, അബ്സർത, നിങ്ങൾ കണ്ടിരിക്കുന്നു. സഹാബിയോട് പറയാണ് അബ്സർത, ഈ ബസ്വീറത്ത് ഉൾക്കാഴ്ച, അതിൽ നിന്നാണ് ഈ വാക്ക്. അബ്സർത, നിങ്ങളുടെ ഉൾക്കാഴ്ച തുറന്നിരിക്കുന്നു, നിങ്ങൾ കാണേണ്ടത് കണ്ടിരിക്കുന്നു. ഫൽസം, മുറുക്കി പിടിച്ചോളൂ, ഈ അവസ്ഥയിലായി നിലകൊള്ളുക, ഇത് മുറുക്കി പിടിച്ചോളൂ. വല്ലാത്തൊരു വാക്കാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട സഹാബിയെ കുറിച്ച് പിന്നീട് പറഞ്ഞത് നോക്കൂ. അബ്ദുൻ നവ്വറല്ലാഹുൽ ഈമാന ഫീ ഖൽബിഹി, അബ്ദുൻ, ഈ ഹാരിസ എന്ന ഈ സഹാബി റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ അടിമയാണ്. നവ്വറല്ലാഹുൽ ഈമാന ഫീ ഖൽബിഹി, ഈ അടിമയുടെ ഹൃദയത്തിൽ അല്ലാഹു ഈമാനിനെ പ്രകാശിപ്പിച്ചിരിക്കുന്നു. അല്ലാഹു ഈമാൻ പ്രകാശിപ്പിച്ച ഒരു അടിമയാണ് ഹാരിസ റളിയല്ലാഹു അൻഹു. അപ്പൊ ഒരു കാമിലായ മുറബ്ബിയായ ശൈഖ് എന്ന് പറയുന്നത് അല്ലാഹു ഈമാൻ പ്രകാശിപ്പിച്ചൊരു അല്ലാഹുവിന്റെ അടിമയാണ്. അപ്പോ നമുക്ക് അല്ലാഹു സ്വീകരിക്കുന്ന രീതിയിൽ ഇബാദത്ത് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു ഈമാനിന്റെ പ്രകാശം കൊണ്ട് ഹൃദയം പ്രകാശിപ്പിച്ച ആ സഹാബി അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾ അല്ലാഹുവിനോട് എനിക്ക് വേണ്ടി ഷഹാദത്തിന് വേണ്ടി ദുആ ചെയ്യണം. എനിക്ക് ഷഹീദാവണം എന്നാണ് ആഗ്രഹം. അതുകൊണ്ട് തന്നെ രക്തസാക്ഷിയാവാൻ വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്യണം. ഫദഅ ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സഹാബിക്ക് വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തു. ഫഖുതില യൗമ ബദരിൻ ഷഹീദാ, ബദർ ദിനം മഹാനവറുകളെ ഷഹീദായി റളിയല്ലാഹു അൻഹു. ആലോചിച്ച് നോക്കുക. അപ്പൊ ഈ സഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാപ്പാന്റെ സ്വഹബത്തിൽ കഴിഞ്ഞിട്ട് ഒരുപാട് വർഷങ്ങളൊന്നും ആയിട്ടില്ല. ബദർ സംഭവിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാപ്പ മദീനയിലെത്തി ഹിജ്റ 2-ാം വർഷത്തിലാണ്. അൻസാരി എന്ന് പറയുന്നത് തന്നെ മദീനക്കാരായ സഹാബികൾക്കാണ്. മദീനക്കാരായ സഹാബികൾക്കാണ് അൻസാരി എന്ന് പറയുന്നത്. അപ്പോ ഒരുപാട് കാലമൊന്നും ഒരുപാട് വർഷമൊന്നും ഹാരിസ റളിയല്ലാഹു അൻഹു ജീവിച്ചിട്ടില്ല. ബദറിൽ ഷഹീദാവുകയും ചെയ്തു. അപ്പൊ ഒരുപാട് കാലം അധ്വാനിക്കുക എന്നത് വളരെ പ്രധാനമാണ്. അതോടൊപ്പം ഉള്ള കാലത്ത് മനസ്സ് തുറന്ന് അല്ലാഹുവിനും റസൂലിനും സമർപ്പിക്കുക എന്നതാണ് വളരെ പ്രധാനം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വകമാ റആഹ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു
മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഒരു കാഴ്ച കണ്ടു. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു മഹാനായ സഹാബി, മഹാനവറുടെ ശറഫ് ഫളൽ അറിയപ്പെട്ട സഹാബിയാണ്. മഹാനവറുടെ ശറഫും ഫളലും പറഞ്ഞാൽ തീരുകയില്ല. അങ്ങനെ ഉള്ള സഹാബി ഹൈന ദഖല അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ യബ്കി ഫഖാല ലഹു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാപ്പയുടെ അടുക്കൽ കരഞ്ഞുകൊണ്ട് വന്നു. ഫഖാല ലഹു, അദ്ദേഹത്തോട് ചോദിച്ചു, കൈഫ അസ്ബഹത യാ മുആദ്. നേരത്തെ ഹാരിസ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ച അതേ ചോദ്യം, കൈഫ അസ്ബഹത യാ മുആദ്, ഓ മുആദ് റളിയല്ലാഹു അൻഹു, നിങ്ങൾ എങ്ങനെയാണ് നേരം വെളുത്തത്? ഖാല, മഹാനവറുകൾ പറഞ്ഞു, അസ്ബഹതു മുഅ്മിനാ, ഞാൻ മുഅ്മിനായിട്ടാണ് നേരം വെളുത്തത്. ഫഖാല, അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ലികുല്ലി ഖൗലിൻ മിസ്ദാഖാ, ഏതൊരു വാക്കിനും അതിനൊരു അർത്ഥമുണ്ട്. വലികുല്ലി ഹഖ്ഖിൻ ഹഖീഖ, ഏതൊരു സത്യത്തിനും അതിനൊരു യാഥാർത്ഥ്യമുണ്ട്. ഫമാ മിസ്ദാഖു മാ തഖൂൽ, ഓ മുആദ് റളിയല്ലാഹു അൻഹു, നിങ്ങൾ പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ഞാൻ മുഅ്മിനായി നേരം വെളുത്തു എന്ന് നിങ്ങൾ പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ഫഖാല, അപ്പോൾ മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മാ അസ്ബഹ്തു സബാഹൻ ഖത്തു ഇല്ലാ വനന്തു അന്നി ലാ ഉംസി, ഞാൻ നേരം വെളുത്താൽ ഒരിക്കലും വൈകുന്നേരം വരെ ജീവിക്കുമെന്ന് ചിന്തിക്കൂല. വലാ അംസൈതു ഖത്തു ഇല്ലാ വനന്തു ലാ ഉസ്ബിഹു, വൈകുന്നേരമായാൽ ഒരിക്കലും നേരം വെളുക്കുമെന്ന് ഞാൻ വിചാരിക്കുകയില്ല. വലാ ഖതൗതു ഖുത്വതൻ ഖത്തു ഇല്ലാ വനന്തു അന്നി ലാ ഉത്ബിഉഹാ ബിഉഖ്റാ, ഞാൻ ഒരു കാല് എടുത്തു വെക്കുമ്പോ അടുത്ത കാല് എടുത്തു വെക്കുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. അങ്ങനെയാണ് എന്റെ അവസ്ഥ. അതായത് ഓരോ നിമിഷവും അവസാന നിമിഷമാണ്, സക്കറാത്താണ്, അവസാന ശ്വാസമാണ് എന്ന ചിന്തയിലാണ് എന്റെ ജീവിതം എന്ന് മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാപ്പയോട് പറഞ്ഞു. എന്നിട്ട് മഹാനവറുകൾ പറയുകയാണ്, വകഅന്നി അൻദുറു ഇലാ ഉമ്മത്തിൻ ജാസിയത്തിൻ കുല്ലു ഉമ്മത്തിൻ തുദഅ ഇലാ കിതാബിഹാ മഅഹാ നബിയുഹാ വഔസാനുഹാ അല്ലതി കാനത് തഅബുദു മിൻ ദൂനില്ലാഹ്, അഥവാ ഞാൻ എല്ലാ ഉമ്മത്തുകളെയും കാണുന്നു, അവരെല്ലാവരും അവരുടെ നബിയോട് കൂടി, അതുപോലെ അവർ ആരാധിച്ചിരുന്ന ബിംബങ്ങളെല്ലാം അതെല്ലാം കൂടി അവർ വന്നിരിക്കുന്നു, അഥവാ ഞാൻ മഹ്ശറ ലോകം കാണുന്നു. വകഅന്നി അൻദുറു ഇലാ ഉഖൂബത്തി അഹ്ലിൻ നാർ വസവാബി അഹ്ലിൽ ജന്നഹ, നരകക്കാരുടെ ശിക്ഷയും സ്വർഗക്കാരുടെ ആ സന്തോഷവും പ്രതിഫലവുമെല്ലാം ഞാൻ ഇപ്പോൾ തന്നെ കാണുന്നു. അല്ലാഹുവിന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാപ്പ പറഞ്ഞു, അറഫ്ത ഫൽസം. നേരത്തെ ഹാരിസ റളിയല്ലാഹു അൻഹുവിനോട് എന്താണ് പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഹാരിസ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അബ്സറത ഫൽസം, നിങ്ങൾക്ക് ഉൾക്കാഴ്ച ലഭിച്ചിരിക്കുന്നു, നിങ്ങൾ അത് മുറുകെ പിടിക്കുക. മഹാനായ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്, അറഫത, നിങ്ങൾക്ക് മഅരിഫത്ത് ലഭിച്ചിരിക്കുന്നു, അറിയേണ്ടതെല്ലാം അറിഞ്ഞിരിക്കുന്നു. ഫൽസം, ഇത് മുറുകെ പിടിക്കുക, ഈ അവസ്ഥയിൽ നിലനിൽക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അപ്പോ ഈ രണ്ട് അൻസാരികളായ ചെറുപ്പക്കാർ, അവരുടെ രണ്ടുപേരുടെയും ഹൃദയങ്ങളിൽ ഈമാനിന്റെ മുകളിലാണല്ലോ ഈഖാനിന്റെ പ്രകാശം ഇരുവരുടെയും ഹൃദയങ്ങളിൽ അല്ലാഹു കത്തിച്ചു വെച്ചു.
അള്ളാഹുവിന്റെ തിരുപ്രകാശം കൊണ്ട് രണ്ടുപേരുടെയും ഹൃദയങ്ങളെ അള്ളാഹു പ്രകാശിപ്പിച്ചു. ഒരു മനുഷ്യൻ ആഖിറത്തിൽ പോയി കാണുന്ന കാഴ്ചകളെല്ലാം ഈ ദുനിയാവിൽ വെച്ച് തന്നെ കണ്ടു. വഫിൽ ഹദീസ് അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നൻ നൂറ ഇദാ ദഖലൽ ഖൽബ, ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് അല്ലാഹുവിന്റെ നൂർ പ്രവേശിച്ചാൽ ഇൻശറഹ ലഹു സദ്റു വൻഫസഹ, ആ ഹൃദയം ആ പ്രകാശത്തിന് വേണ്ടി വിശാലമാകും എന്നാണ്. അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ ഈമാനിന്റെ നൂർ പ്രകാശിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് നാം തന്നെ ആലോചിച്ചാൽ മതി. കടക്കേണ്ട രീതിയിൽ നമ്മുടെ ഉള്ളിൽ നൂറുൽ ഈമാൻ കടന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ വലിയ വിശാലത ഉണ്ടാകും. നമ്മുടെ ഹൃദയത്തിൽ വിശാലത ഇല്ലാതിരിക്കാൻ കാരണം അത് കടക്കേണ്ട രീതിയിൽ അങ്ങ് കടക്കാത്തത് കൊണ്ടാണ്. അഥവാ നമുക്ക് അതിന്റെ പ്രകാശം നമ്മുടെ ശൈഖ് തങ്ങൾ ഉപ്പാപ്പ കൊളുത്തി തന്നിരിക്കുന്നു, നാം അത് ചാർജ് ചെയ്യാത്തത് കൊണ്ടാണ്, നാം അത് അധികരിപ്പിക്കാത്തത് കൊണ്ടാണ് ഈ ലൈറ്റിംഗ് കൂടുതൽ 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 പ്രകാശമായി കത്തി കത്തി തെളിഞ്ഞ് ഹൃദയം വികസിക്കാത്തത്. ഹൃദയം വിശാലമായി എന്നതിന് വല്ല തെളിവുമുണ്ടോ അല്ലാഹുവിന്റെ റസൂലേ? ഏതെങ്കിലും അടയാളങ്ങൾ കൊണ്ട് അത് മനസ്സിലാക്കാൻ കഴിയുമോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, അത്തജാഫി അൻ ദാരിൽ ഖുറൂർ വൽ ഇനാബത്തു ഇലാ ദാരിൽ ഖുലൂദ്, ഈ ലോകത്ത് നിന്ന് അകലുകയും ആഖിറത്തിലേക്ക് അടുക്കുകയും ചെയ്യുക, അതാണ് അതിന്റെ ഏറ്റവും വലിയ തെളിവ്. വൽ ഇസ്തിഅദാദു ലിൽ മൗതി ഖബ്ല നുസൂലിഹി, മരണം വരുന്നതിന് മുമ്പേ അതിനെ എല്ലാ അർത്ഥത്തിലും തയ്യാറാവുക. അപ്പൊ ഇതാണ് ഉന്നതന്മാരായ മശായിഖന്മാരുടെ, ഖുതുബീങ്ങളുടെ, ഗൗസിയങ്ങളുടെ ആത്മാവിന്റെ അവസ്ഥ. അവര് ശരീരം കൊണ്ട് ഇവിടെ ഉണ്ടെങ്കിലും അവരുടെ റൂഹ് കൊണ്ട് അവർ ആഖിറത്തിലാണ്. അപ്പൊ നമുക്ക് ഒരു രക്ഷ അവരുടെ കൈ പിടിക്കുക, അവരെ കൂടെ നടക്കുക, അവരെ മുറുക്കി പിടിക്കുക, അവർ പറഞ്ഞതുപോലെ ജീവിക്കുക, അല്ലാതെ വേറെ ഒരു രക്ഷയില്ല. തുടക്കത്തിൽ പറഞ്ഞല്ലോ, നമ്മുടെ അമലിന്റെ കാര്യം വളരെ മോശമാണ്. അമൽ ചെയ്താലും കുടുങ്ങി, ചെയ്തില്ലെങ്കിലും കുടുങ്ങി. അല്ലെ, ഒരു ഇബാദത്ത് ചെയ്താൽ അതിൽ കിബർ വന്നാൽ കുടുങ്ങി, ചെയ്തില്ലെങ്കിൽ കുടുങ്ങി. പറഞ്ഞാൽ ഒരു വാജിബായ കാര്യം ഒഴിവാക്കിയാൽ അതിന് ശിക്ഷ, അത് കുടുങ്ങി. അപ്പോ ഇതിൽ നിന്ന്, ഈ കുടുക്കിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരൊറ്റ വഴി ശൈഖ് മുറബ്ബിയെ പിടിക്കേണ്ട രീതിയിൽ പിടിക്കുക മാത്രമാണ്. ഇത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത്, ശൈഖ് മുറബ്ബി ഇല്ലാതെ സ്വന്തമായി അമൽ കൊണ്ട് മുന്നേറി രക്ഷപ്പെടാം എന്ന് ചില ആളുകൾ ചിന്തിക്കുന്നത് കൊണ്ടാണ്. അതൊരിക്കലും നടക്കുകയില്ല. എന്ന് മാത്രമല്ല, ശൈഖ് മുറബ്ബിയുമായി ബന്ധപ്പെട്ട് ദിക്ർ സ്വീകരിച്ച് പിന്നീട് സ്വന്തമായി ആ ദിക്ർ ചെയ്ത് മാത്രം ജീവിച്ച് ശൈഖ് മുറബ്ബിയുമായി ബന്ധമില്ലാതെ ജീവിക്കുക, അതുകൊണ്ടും രക്ഷയില്ല. ശൈഖ് മുറബ്ബിയുമായി ബന്ധപ്പെടണം, അപ്പോഴാണ് അത് നിലനിൽക്കുക. അല്ലാതെ ശൈഖ് മുറബ്ബിയുമായി ബന്ധപ്പെട്ട് പിന്നീട് അകന്നകന്ന് പോയാൽ ഒരു പക്ഷേ പിന്നീട് ആ കണക്ഷൻ നമ്മൾ അറിയാതെ വിട്ടുപോകാൻ സാധ്യതയുണ്ട്. ഇത് റൂഹിയായ വിഷയമാണ്. റൂഹിയുമായി ബന്ധപ്പെട്ട് നമുക്ക് അതിന്റെ ഒരു അലിക്കുംഭാവും അറിയില്ലല്ലോ. ഇത് എത്ര അടുത്തു, ഇത് എത്ര വിട്ടു, ഇതെന്ത് മാത്രം ബന്ധമുണ്ട്, ഇതിനെപ്പറ്റി നമുക്ക് എന്തറിയാം? നമുക്കൊന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ അറിയുന്നവരായ മശായിഖിന്റെ കൂടെ, കണ്ണു തുറന്ന മശായിഖിന്റെ കൂടെ മുറുകെ പിടിക്കുക, അവരെ കൂടെ കൂടുക, അതല്ലാതെ വേറെ രക്ഷയുമില്ല മുഅ്മിനീങ്ങളെ. അള്ളാഹുവിന് ഒരു മനുഷ്യനെ ആവശ്യമില്ല, അള്ളാഹുവിന് ഒരു സൃഷ്ടിയെയും ആവശ്യമില്ല. എല്ലാ സൃഷ്ടിക്കും അള്ളാഹുവിന് ആവശ്യമാണ്, എല്ലാ സൃഷ്ടികൾക്കും റബ്ബിന് ആവശ്യമാണ് എന്നതുപോലെ ഒരു ശൈഖ് മുറബ്ബിക്ക് ഒരാളെയും ആവശ്യമില്ല. ഏതൊരു മുരീദിനും തന്റെ ശൈഖ് മുറബ്ബിയെ ആവശ്യമാണ്. അള്ളാന്റെ അതേ വസ്ഫാണ്, അള്ളാന്റെ അതേ വസ്ഫാണ് ശൈഖ് മുറബ്ബിയുടെ വസ്ഫ്. പിന്നെന്താ? അള്ളാഹു റഹ്മാനാണ്,
അള്ളാഹുവിന് റഹ്മത്തുണ്ട്. ആ ഒരു വസ്തു ഷെയ്ഖിനുണ്ട്. ആ റഹ്മത്ത് കൊണ്ടാണ് നമ്മയൊക്കെ അവിടെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത്. അല്ല നമ്മളൊരുപാട് ദിക്ർ ചെയ്തത് കൊണ്ടോ നമ്മൾ അനുസരിച്ചത് കൊണ്ടോ അല്ല. ആ റഹ്മത്ത് നന്നാവുമല്ലോ. കുട്ടി എന്റെ അടുത്തേക്ക് വരുമല്ലോ എന്ന അള്ളാഹുവിന്റെ റഹ്മത്ത്, അള്ളാഹുവിന്റെ ഷഫഖത്ത്, അള്ളാഹുവിന്റെ വാത്സല്യം, അതാണ് ശൈഖ് റബ്ബിയുടെ വാത്സല്യം. ആ വാത്സല്യം കൊണ്ടാണ് നാം ജീവിക്കുന്നത്. പക്ഷെ ആ വാത്സല്യത്തെ ചൂഷണം ചെയ്യരുത് എന്നാണ് എനിക്ക് എന്നോട് പറയാനുള്ളത്. നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അള്ളാഹു റഹ്മാനാണ് പറഞ്ഞ് നമ്മൾ തോന്നിയതുപോലെ ജീവിച്ചാൽ അത് നമ്മളും ശൈഖും തമ്മിലുള്ള ബന്ധത്തെ അത് ബാധിക്കും. അതുകൊണ്ട് തന്നെ മോമിനീങ്ങളെ, ഈ വഴി ഇത് അവസാന കാലത്ത് അള്ളാഹു നമ്മെ ഈ കപ്പലിൽ കയറ്റി, ഈ കപ്പലിൽ ഈ കൊടുങ്കാറ്റിൽ നാം തെറിച്ചു പോകാതെ സൂക്ഷിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മോമിനീങ്ങളെ, ഈ വഴിയിൽ ഉറച്ചു നിൽക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ്. കാരണം നമുക്കറിയില്ല നമുക്ക് കിട്ടിയ ദിക്റിന്റെ ശ്രേഷ്ഠത, അതിന്റെ പവർ, നാം പിടിച്ച ഷെയ്ഖിന്റെ പവർ നമുക്കറിയില്ല. നാം പിടിച്ച ദിക്റിന്റെ ശ്രേഷ്ഠ, നമുക്ക് കിട്ടിയ ദിക്റിന്റെ ശ്രേഷ്ഠത നമുക്കറിയില്ല. പക്ഷേ നമുക്കിതിനെ കുറിച്ച് എന്തെങ്കിലും അറിയുമെങ്കിൽ അതിനേക്കാൾ ഒരുപാട് ഏറെ അറിയുന്നവൻ ആരാണെന്ന് അറിയാം. നമ്മളെ കൂടെ പടക്കപ്പെട്ട ഒരു പിശാചുണ്ട്. ഏതൊരു മനുഷ്യനും ജനിക്കുമ്പോൾ തന്നെ ഒരു മലക്കിനെയും അള്ളാഹു പടച്ചു വെക്കും, ഒരു പിശാചിനെയും അള്ളാഹു പടച്ചു വെക്കും. ഈ പിശാചിനെ നല്ലോണം അറിയാം. ഈ ദിക്ർ കിട്ടിയാൽ പിന്നെ ഈ മനുഷ്യനെ എനിക്ക് പിടിച്ചാൽ കിട്ടില്ല. ഈ ദിക്ർ തന്ന ആളാരാ, ആ ആളെ പറ്റിയും പിശാചിന് നല്ലോണം അറിയാം. അതുകൊണ്ട് തന്നെ ഈ ദിക്റിനെയും ഈ ദിക്റിന്റെ ആളുകളെയും പിടിച്ചാൽ കിട്ടൂല എന്ന് പിശാചിന് അറിയാവുന്നത് കൊണ്ട് തന്നെ നമ്മെ എങ്ങനെയെങ്കിലും നമ്മുടെ ശൈഖിൽ നിന്ന് അകറ്റാനുള്ള എല്ലാ തന്ത്രങ്ങളും പിശാചും അവന്റെ സഹായികളായ പിശാചുക്കളും നടത്തിക്കൊണ്ടേയിരിക്കും. ഇതൊന്നും മുന്നിലുള്ള നിങ്ങളോടോ മുഖറബീങ്ങളായ മുരീദന്മാരോടോ അല്ല പറയുന്നത്. ഈ ദിക്ർ എന്താണ്, ഈ റൂട്ട് എന്താണ്, ഈ ജാതിയേരി ശൈഖ് തങ്ങൾ ഉപ്പാപ്പയുടെ ശ്രേഷ്ഠത എന്താണെന്ന് അറിയാത്ത, ഉപ്പാപ്പയുമായി കൂടുതൽ ബന്ധമില്ലാത്ത ആളുകൾ ഉദ്ദേശിച്ചാണ് പറയുന്നത്. അപ്പോ ഇത്രയും വലിയ മഹാനാണ്, ഇത്രയും വലിയ ദിക്റാണ് എന്ന് നമുക്കറിയില്ലെങ്കിലും നമ്മളെ കൂടെ പടക്കപ്പെട്ട പിശാചിനും അവന്റെ സഹായികൾക്കും അറിയാം. അപ്പൊ എങ്ങനെയെങ്കിലും നമ്മുടെ ശൈഖിൽ നിന്ന് ഈ ദിക്റിൽ നിന്ന് അകറ്റാനുള്ള എല്ലാ പണിയും പിശാച് ചെയ്യും. ആ പിശാചിനെയാണ് നാം കരുതിയിരിക്കേണ്ടത്. അള്ളാഹുവിന്റെ ദിക്ർ വിട്ട് ജീവിച്ചാൽ പിശാചിനെ അവന് നമ്മൾ കൊടുക്കും. പിശാചായിരിക്കും പിന്നീട് അവന്റെ ഖരീൻ, അവന്റെ സ്വദീഖ്, അവന്റെ കൂട്ടുകാരൻ. ആലോചിച്ച് നോക്കൂ. അപ്പൊ ദിക്ർ വിട്ട് ജീവിക്കുന്നവരുടെ കൂടെ ഉള്ളത് ആരാണ്? ശൈത്താനാണ്. ഷൈത്താന ഖരീനാണ്. ഖരീനാണ് അങ്ങനെ ഒട്ടിപ്പിടിച്ച് ജീവിക്കുന്ന ഒരാളാണ്. സദീഖിനേക്കാൾ പവറാണ് ഖരീന്. പിശാചുമായി ഒട്ടിപ്പിടിച്ച് ജീവിക്കലായിരിക്കും പിന്നീട് അവരുടെ അവസ്ഥ. എന്നല്ല, ഈ പിശാച് എന്ന സാധനം ഒരർത്ഥത്തിൽ കുറുക്കന്റെ പോലെ. നമ്മളൊരു കുറുക്കനെ കണ്ടാൽ, ഇപ്പൊ നമ്മള് റോഡിലൂടെ ഒരു ബൈക്കുമ്പോ പോകുമ്പോൾ കുറുക്കനെ കണ്ടാൽ നമ്മളെ കണ്ട ഉടനെ കുറുക്കൻ ഒന്നാം കയറി വണ്ടി നിർത്തിയിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കൊണ്ടു, കുറച്ചാൻ കയറിയിട്ട് ആള് തിരിഞ്ഞു നോക്കുന്നുണ്ടാവും. കുറുക്കന്റെ സ്വഭാവം ഇത്, കുറുക്കന്റെ സ്വഭാവമാണ് പിശാചിന്റെ സ്വഭാവം. നമ്മൾ അള്ളാനെ ഓർത്താൽ ഒന്നങ്ങ് വിട്ടു നിൽക്കും, ആ ഓർമ്മ വിട്ടാൽ വീണ്ടും കയറി വരും. ഇതാണ് പിശാച്. എങ്കിൽ ഒരു ദിക്റിന്റെ ഫിക്റും ഇല്ലാത്ത ആളെ പറ്റി എന്ത് പറയാനാണ്? അവിടെ പിശാചാകുന്ന കുറുക്കൻ നിരങ്ങലാണ്, മേലാണ്. ആലോചിച്ച് നോക്കുമ്പോ നിങ്ങളെ. അപ്പോ ശരിക്കും രക്ഷപ്പെടാൻ നമ്മുടെ ഖൽബിന്റെ ചിന്തകളെയും നമ്മുടെ ഖൽബിൽ പിശാച് കയറി വരുന്ന രീതികളെയും പറ്റി നാം മനസ്സിലാക്കണം. അപ്പോഴാണ് രക്ഷപ്പെടുന്നതിന്റെ വഴി നമുക്ക് മനസ്സിലാവുകയുള്ളൂ.
എപ്പോഴും ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ തന്റെ ശത്രുവിനെ കുറിച്ച് ബോധവാനായിരിക്കും. തന്റെ ശത്രുവിനെ കുറിച്ച് ബോധമില്ലാത്തവൻ മരവണ്ടൻ എന്നല്ലാതെ അവനെ കുറിച്ച് എന്താ പറയാ? തന്റെ ശത്രു എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു അവന്റെ ഈമാൻ പോക്കറ്റടിക്കാൻ കൂടെ നടക്കുന്ന പിശാചാണ്. ആ പിശാചിനെ കുറിച്ച് ബോധമില്ലെങ്കിൽ ഈ കുറുക്കനെ പോലെയുള്ള കളി കളിക്കുന്ന, ഞാനിത് തമാശ പറയുകയല്ല. അതായത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നത്തി വന്നാസ്. വിശുദ്ധ ഖുർആനിലെ 114ാമത്തെ ഈ സൂറത്ത് എന്താണ് ഇതിൽ പറയുന്നത്? 113 സൂറത്തുകളും ഉണ്ട്. വിശുദ്ധ ഖുർആനിലെ 113 സൂറത്തുകളും പറഞ്ഞിട്ട് 114ാമത്തെ സൂറത്തായിട്ട് ഈ സൂറത്ത് നാസ് അല്ലാഹു വെച്ചു. അതിൽ ഏറ്റവും വലിയ പ്രമേയം എന്ന് പറയുന്നത് വസ്വാസുൽ ഖന്നാസിനെ കുറിച്ചാണ്. മനുഷ്യ ഹൃദയങ്ങളിൽ വസ്വാസാക്കുന്ന പിശാച്. എന്താണ് ഖന്നാസ്? ഖന്നാസ് എന്ന് പറഞ്ഞാൽ ഖനസ പറഞ്ഞ പിന്തിരിയും. ഇതാ ദക്റല്ല, അള്ളാഹുവിന്റെ ദിക്ർ ചെയ്താൽ പിന്തിരിയും. അള്ളാഹുവിന്റെ ദിക്ർ നമ്മൾ അള്ളാഹുവിനെ മനസ്സിൽ ഓർക്കുമ്പോ അവൻ ഹൃദയത്തിൽ നിന്ന് ഇറങ്ങി നിൽക്കും. ആ ഓർമ്മ വിട്ടാൽ വീണ്ടും ഹൃദയത്തിലേക്ക് കയറി വരും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ അറിയാം? നിങ്ങൾ ഈ 113 സൂറത്തുകൾ കാണാതെ പഠിച്ചതിന്റെ അർത്ഥം പഠിച്ചു ഒക്കെ ശരി, നിങ്ങളെ ഹൃദയത്തിലേക്ക് കയറി വരുന്ന ഈ പിശാചിനെ പറ്റി നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഇതൊന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ല. 113 സൂറത്ത് നിങ്ങൾ കാണാതെ പഠിച്ചതിന്റെ അർത്ഥം പഠിച്ചു, എല്ലാം പഠിച്ചു. പക്ഷേ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പിശാച് എങ്ങനെ കയറി വരുന്നു, ആ കയറി വരുന്നത് ശ്രദ്ധിക്കാതെ, അത് മനസ്സിലാക്കാതെ അന്തം വിട്ട് ജീവിച്ചാൽ ഈ പഠിച്ചതുകൊണ്ടൊന്നും ഒരു കാര്യവും ഇല്ല. അതുകൊണ്ട് തന്നെ മോമിനീങ്ങളെ, ഏറ്റവും വലിയ പഠനം എന്ന് പറയുന്നത് നമ്മുടെ ഖൽബിലേക്ക് പിശാച് കയറി വരുന്നതിനെ ബ്ലോക്ക് ചെയ്യണം. അത് ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു വഴി നമുക്ക് നമ്മുടെ ശൈഖുതങ്ങൾ ജാതീയ വിഷയങ്ങൾ തന്ന ദിക്റാണ്. ആ ദിക്ർ കൊണ്ട് മാത്രമേ പിശാചിനെ ബ്ലോക്ക് ചെയ്യാൻ, തടയാൻ പറ്റുകയുള്ളൂ. അങ്ങനെ തടഞ്ഞ് അങ്ങനെ ദിക്റിലായി മുന്നേറുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിൽ നൂറുൽ ഈമാൻ കത്തുകയുള്ളൂ. അപ്പോഴാണ് അവസാന ശ്വാസത്തിൽ ഈ ദിക്റും ഈ ശൈഖും വരികയുള്ളൂ. അവസാനം ദിക്ർ ഓർമ്മ വരണമെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് ഈ ദിക്ർ ചെയ്യണം. അപ്പോഴാണ് ഈ ദിക്ർ ഓർമ്മ വരികയുള്ളൂ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഗൗസുൽ ആലം പാപ്പാന്റെ മുരീദന്മാരാക്കി 2 ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവേ, ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഞങ്ങളുടെ ജീവനായ ജാതിയേരി ശൈഖ് തങ്ങൾ പാപ്പാന്റെ കാൽ ചുവട്ടിൽ ഉറപ്പിച്ചു നിർത്തി 2 ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കണേ. ആമീൻ ആമീൻ ആമീൻ. പാപ്പാക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യണേ അല്ലാഹുവേ. പാപ്പാക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യണേ അല്ലാഹുവേ. ആ തണലിലായി, ആ തിരുനോട്ടത്തിലായി ഞങ്ങളെ ജീവിച്ച ആ തിരുനോട്ടത്തിലായി, അവിടുത്തെ സമ്പൂർണ്ണ പരിസരത്തിലായി ഞങ്ങളെല്ലാം സലാമത്താക്കണേ അല്ലാഹ്. ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും സലാമത്താക്കണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.